Welcome to Super Monk. വിജയിക്കുന്നവരെയും പകുതി വഴിയിൽ പിന്മാറുന്നവരെയും വേർതിരിക്കുന്ന ആ ഒരേയൊരു രഹസ്യം എന്താണെന്ന് നന്ദുവിന്റെ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് തുടങ്ങാം. നന്ദു സംഗീതത്തെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരു യുവാവായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ഗിറ്റാർ നാദം കേൾക്കുമ്പോഴെല്ലാം അവൻ എന്തോ ഒരു മാന്ത്രികത അനുഭവപ്പെട്ടിരുന്നു. തന്ത്രികളുടെ ആ ശബ്ദം അവന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കി. കൈകളിൽ ഒരു ഗിറ്റാർ പിടിച്ച് ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന പാട്ടുകൾ വായിക്കുന്നതിനെക്കുറിച്ച് അവൻ സ്വപ്നം കണ്ടു. കൂട്ടുകാർ ഒരു ക്യാമ്പ് ഫയറിന് ചുറ്റുമിരുന്ന് താൻ വായിക്കുന്നത് കേൾക്കുന്നതായും പുഞ്ചിരിക്കുന്നതായും അവൻ സങ്കൽപ്പിച്ചു. ആ ചിത്രം വർഷങ്ങളോളം അവന്റെ മനസ്സിൽ ജീവിച്ചു. ഒരു വേനൽക്കാലത്ത് ഒരു ഗിറ്റാർ വാങ്ങാൻ ആവശ്യമായ പണം ഒടുവിൽ അവൻ സമ്പാദിച്ചു. അത് സെക്കൻഡ് ഹാൻഡായ പോറലുകൾ വീണ അല്പം പഴയ ഒന്നായിരുന്നു. എങ്കിലും അവനത് മനോഹരമായിരുന്നു. ആദ്യത്തെ വൈകുന്നേരം അവൻ തന്റെ കട്ടിലിലിരുന്ന് ഗിറ്റാർ മടിയിൽ വെച്ചു വായിക്കാൻ ശ്രമിച്ചു. എന്നാൽ പുറത്തുവന്ന ശബ്ദം സംഗീതമായിരുന്നില്ല. അവന്റെ വിരലുകൾ തെറ്റായ തന്ത്രികളിലാണ് അമർന്നത്. അവന്റെ കൈകൾ വളരെ അസ്വാഭാവികമായി ചലിച്ചു. വൈകാതെ വിരൽത്തുമ്പുകൾ വേദനിക്കാൻ തുടങ്ങി. അവൻ സ്വയം നോക്കി ചിരിച്ചു. എങ്കിലും ഉള്ളിൻ്റുള്ളിൽ വലിയൊരു നിരാശ തോന്നിയിരുന്നു. എങ്കിലും അവൻ പിന്മാറാൻ വിസമ്മതിച്ചു. തുടർന്നുള്ള കുറച്ച് ദിവസങ്ങളിൽ അവൻ വലിയ ആവേശത്തോടെ പരിശീലിച്ചു. ഓൺലൈൻ വീഡിയോകൾ കാണുകയും ട്യൂട്ടോറിയലുകൾ അനുകരിക്കുകയും ഓരോ കോഡുകളും ആവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വിരലുകൾ ചുവന്ന് തടിക്കുന്നതുവരെ അവൻ മണിക്കൂറുകളോളം ഇരുന്നു. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം കൈകൾക്ക് കഠിനമായ വേദന അനുഭവപ്പെട്ടതിനാൽ അവൻ ഒട്ടും തന്നെ വായിക്കാൻ കഴിയാതെയായി. അവൻ ആ ഗിറ്റാർ മുറിയുടെ ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. ഗിറ്റാറിന്റെ തന്ത്രികളിൽ പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടാൻ തുടങ്ങി. നന്ദു സ്വയം ചിന്തിച്ചു, എനിക്കതിനുള്ള കഴിവില്ലായിരിക്കാം. ഈ സ്വപ്നം എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും വലുതായിരിക്കാം. ഒരു വൈകുന്നേരം അവൻ തന്റെ അമ്മാവിനെ സന്ദർശിച്ചു. അദ്ദേഹം വർഷങ്ങളായി ഗിറ്റാർ വായിക്കുന്ന ആളായിരുന്നു. നന്ദു തന്റെ നിരാശകൾ പങ്കുവെക്കുമ്പോൾ അമ്മാവനത് ശാന്തമായി കേട്ടിരുന്നു. തുടർന്ന് ആ മുതിർന്ന മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദു, കഴിവില്ലായ്മയല്ല നിന്റെ പ്രശ്നം. നിന്റെ പ്രശ്നം സ്ഥിരതയില്ലായ്മയാണ്, കൺസിസ്റ്റൻസി. നീ വലിയ ആവേശത്തോടെ പരിശീലിക്കുന്നു, എന്നാൽ പിന്നീട് അത് നിർത്തുന്നു. രഹസ്യമെന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകളോളം വായിക്കുന്നതിലല്ല, മറിച്ച് എല്ലാ ദിവസവും കുറച്ചു സമയം വീതം വായിക്കുന്നതിലാണ്. പൂർണ്ണതയ്ക്ക് പിന്നാലെ പോകരുത്, അച്ചടക്കത്തിന് പിന്നാലെ പോകുക. ഒരു ദിവസത്തെ പരിശീലനം കൊണ്ട് ഒന്നും സംഭവിക്കില്ല, എന്നാൽ 100 ദിവസത്തെ പരിശീലനം എല്ലാം മാറ്റിമറിക്കും. ആ വാക്കുകൾ നന്ദുവിന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. അന്നു രാത്രി അവൻ വീട്ടിൽ തിരിച്ചെത്തി മൂലയിലിരുന്ന ഗിറ്റാർ കയ്യിലെടുത്ത് സ്വയം ഒരു പുതിയ പ്രതിജ്ഞ ചെയ്തു. അവൻ എല്ലാ ദിവസവും ഗിറ്റാർ വായിക്കും. മണിക്കൂറുകളോളമല്ല, കൈകൾ വേദനിക്കുന്നതുവരെയുമല്ല, മറിച്ച് എന്തു വന്നാലും 20 മിനിറ്റ് മാത്രം. അവൻ ഇനി ഒരിക്കലും നിർത്തില്ല. ആദ്യത്തെ ആഴ്ച ഇപ്പോഴും വേദനാജനകമായിരുന്നു. അവന്റെ വിരലുകൾ വേദനിച്ചു. കോഡുകൾ ശരിയായി ശബ്ദിച്ചില്ല. പലതവണ ഗിറ്റാർ താഴെ വയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ഓരോ തവണയും അവൻ സ്വയം മന്ത്രിച്ചു, സ്ഥിരതയാണ് ഇതിന്റെ രഹസ്യം. അങ്ങനെ അവൻ മുന്നോട്ടുപോയി, എല്ലാ ദിവസവും 20 മിനിറ്റ് വീതം. ഒരു മാസത്തിനു ശേഷം ചെറിയ പുരോഗതി കണ്ടു തുടങ്ങി. അവന്റെ വിരലുകൾക്ക് കൂടുതൽ കരുത്ത് ലഭിച്ചു. ശബ്ദം കൂടുതൽ വ്യക്തമായി. ഒരു വൈകുന്നേരം അവൻ തന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ഗാനം വായിച്ചു. അത് ലളിതമായിരുന്നു, പൂർണ്ണമായിരുന്നില്ല, എങ്കിലും അത് സംഗീതമായിരുന്നു. ആദ്യമായി അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി അവന് തോന്നി. അവൻ മികച്ചവനായതുകൊണ്ടല്ല, മറിച്ച് അവൻ ഉപേക്ഷിച്ചു പോകാത്തതുകൊണ്ട്. അവന്റെ ഹൃദയം അഭിമാനം കൊണ്ട് നിറഞ്ഞു. 3 മാസങ്ങൾ കടന്നുപോയി. പണ്ട് പരാജയം സമ്മതിച്ച് പിന്മാറിയ ആ പയ്യന് ഇപ്പോൾ പാട്ടുകൾ വളരെ സുഗമമായും കൃത്യമായ താളത്തിലും വികാരത്തോടെയും വായിക്കാൻ കഴിഞ്ഞു. ഗിറ്റാർ ഇപ്പോൾ അവന്റെ കൈകളിൽ അപരിചിതമായി തോന്നിയില്ല. അത് അവന്റെ ശരീരത്തിന്റെ തന്നെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു. തന്റെ അമ്മാവൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ അവന് മനസ്സിലായി. വിജയമുണ്ടാകുന്നത് പെട്ടെന്നുണ്ടാകുന്ന ആവേശത്തിൽ നിന്നല്ല. വിജയമുണ്ടാകുന്നത് ദിവസവും ആവർത്തിക്കുന്ന ചെറിയ ചെറിയ ചുവടുകളിൽ നിന്നാണ്. ഒരു വൈകുന്നേരം നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴിലിരുന്ന് നന്ദു സ്വയം മൃദുവായി ഗിറ്റാർ വായിച്ചു. അവൻ തന്റെ യാത്രയെക്കുറിച്ച് ചിന്തിച്ചു. ഈ പാഠം സംഗീതത്തെക്കാൾ വലുതാണെന്നവൻ മനസ്സിലായി. ഇത് ജീവിതത്തെക്കുറിച്ചുള്ളതായിരുന്നു. പഠനത്തിലായാലും ആരോഗ്യത്തിലായാലും ജോലിയിലായാലും സ്ഥിരതയാണ് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. സ്ഥിരത കരുത്തു നൽകുന്നു. സ്ഥിരത സ്വപ്നങ്ങളെ സാധ്യമാക്കുന്നു.
സ്ഥിരത ചെറിയ ദൈനംദിന പ്രവർത്തികളെ വലിയ ജീവിത മാറ്റങ്ങളാക്കി മാറ്റുന്നു. സ്ഥിരതയുള്ളവരായിരിക്കുക. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. And don't forget to subscribe to Super Monk.